തിരുവനന്തപുരത്ത് വനവാസികൾക്കിടയിൽ ആത്മഹത്യ വർദ്ധിക്കുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ. 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകാൻ ചീഫ് സെക്രട്ടറിക്കും പോലീസ് മേധാവിക്കും നിർദ്ദേശം നൽകി. മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷന്റെ ഇടപെടൽ. ഈ വർഷം മാത്രം 23 ആത്മഹത്യകൾ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. വിവരങ്ങളുമായി പ്രജിത്ത് മോഹൻ ചേരുന്നു. പ്രജിത്ത്, വനവാസി ഊരുകളിൽ ആത്മഹത്യ വർദ്ധിക്കുന്നു എന്നുള്ള വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ അത് മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. ഇത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇക്കാര്യത്തിൽ കൃത്യമായ നടപടി സ്വീകരിക്കുന്നു. കമ്മീഷൻ ഇക്കാര്യത്തിൽ ഇടപെടുകയാണ്. 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകാൻ ചീഫ് സെക്രട്ടറിക്കും പോലീസ് മേധാവിക്കും നിർദ്ദേശം നൽകി കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങൾ. 24-ൽ മാത്രം 23 ആത്മഹത്യകൾ നടന്നുവന്ന മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സുവോട്ടോ രീതി പ്രകാരം ഇപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ ചീഫ് സെക്രട്ടറിയോടും DGPയോടും 2 ആഴ്ചയ്ക്കകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശവുമായി ഒരു നോട്ടീസും കമ്മീഷൻ നൽകിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ കുറച്ചു കാലമായി കേരളത്തിൽ വലിയ വാർത്താ പ്രാധാന്യം നേടിയ ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് 2011-നും 22-നും ഇടയിൽ തിരുവനന്തപുരത്തെ പെരിങ്ങമല പഞ്ചായത്തിൽ മാത്രം വനവാസികൾക്കിടയിൽ ഏതാണ്ട് 138 ആത്മഹത്യകൾ നടന്നിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പിന്നീടാണ് 2024-ൽ മാത്രം ഇത് 23 എണ്ണമാണ് എന്നുള്ള ഒരു കണക്കും പുറത്തു വരുന്നത്. ഈ വിഷയമാണ്, പ്രത്യേകിച്ച് മരിച്ചവരിൽ ഭൂരിഭാഗം പേരും ചെറുപ്പക്കാരാണ് എന്നുള്ള ഒരു വിഷയം നിലനിൽക്കുന്നു. ഒട്ടനവധി വിമർശനങ്ങൾ, പ്രത്യേകിച്ച് ഈ സാമൂഹ്യ സാമ്പത്തിക അപകടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഈ പ്രദേശത്തെ ഈ വനവാസി മേഖലയിൽ വലിയ സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. ഭിന്നജാതി വിഭാഗങ്ങൾ, മദ്യം, പെൺപാനക സംഘങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ആരോപണങ്ങൾ ഈ ആത്മഹത്യകൾക്ക് പിന്നിൽ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് പിന്നിൽ ആരോപിക്കപ്പെടുന്നുമുണ്ട്. ഈ സംഭവങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള FIR അടക്കമുള്ള വിവരങ്ങൾ നൽകണമെന്നും കമ്മീഷൻ ഈ പറഞ്ഞിരിക്കുന്ന നോട്ടീസിലുണ്ട്. ഈ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ടോ, അക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കണം. ആ പ്രദേശത്ത് കൃത്യമായൊരു പഠനം നടത്താനൊക്കെ അടക്കമുള്ള നിർദ്ദേശങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും സംസ്ഥാന സർക്കാർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുമ്പോഴാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. വിനോദ്, തീർച്ചയായും വനവാസി ഊരുകളിൽ ആത്മഹത്യകൾ വർദ്ധിക്കുന്നു. ഇത് ഈ വാർത്തകളെ തുടർന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത്ത് മോഹൻ.